റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, സാക്രിഫൈസ്. അതായത് ഇപ്പം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളെ കേസ് ഓക്കെ അങ്ങനെ ഇമാജിൻ ചെയ്യണ്ട, വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്യാം. ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇതിൽ സംഭവിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആരുടെ കേസിലറിയോ പോസിറ്റീവായിട്ട് വരിക, പറയാതെ സാക്രിഫൈസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കി സാക്രിഫൈസ് ചെയ്യുന്ന ആളുകൾ, അവർക്കിത് വലിയ ബുദ്ധിമുട്ടൊന്നായിട്ട് വരില്ല. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അതായത് നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഒഴിവാക്കിയത്, നിനക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്, ഇങ്ങനെ മേ ബി ഇത് തമാശ രൂപത്തിൽ എടുത്ത് പറയാം. പക്ഷെ അത് പറഞ്ഞുകൊണ്ട്, അതായത് നിനക്ക് വേണ്ടി അതുകൊണ്ട് മാത്രം ഞാനത് ഒഴിവാക്കി അല്ലെങ്കിൽ ഞാൻ വേണ്ട എന്ന് വെച്ചു എന്ന് പറയുന്നതിലാണ് ഈ നെഗറ്റീവ് റിഫ്ലക്ഷൻ വന്നു തുടങ്ങാം. അത് അപ്പോഴല്ല വന്നു തുടങ്ങാം. അത് ലൈക്ക് ആ ഒരു സമയത്തൊക്കെ ചിലപ്പോൾ വളരെ തമാശ രീതിയിൽ ഇങ്ങനെ ഫണ്ണായി ഇങ്ങനെ പോകും. ഇതിങ്ങനെ പോയി മേ ബി ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഇതങ്ങോട്ട് മുട്ടും, അതിലിതങ്ങോട്ട് പൊട്ടും. സിമ്പിളായിട്ട് പറയണമെന്നില്ല, ഇത് എടുത്തു പറയാൻ തുടങ്ങും. മേ ബി ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങളിൽ കുറേ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ ആദ്യം വരാൻ പോകുന്ന ടോപ്പിക്സിലെ മെയിൻ ടോപ്പിക്കുകളിൽ ഒന്നിതാവും. മാർക്ക് മൈ വേർഡ്സ്. അതായത് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എടുത്തെടുത്ത് പറയാൻ പറ്റുന്ന പോയിന്റുകളാക്കി അവരിതിനെ മാറ്റും. അവർ പറയും, അന്ന് നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒഴിവാക്കി, അന്ന് നിനക്ക് വേണ്ടി ഞാൻ ഒഴിവാക്കി, അന്ന് നിനക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു, അങ്ങനെ അന്ന് 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 അപ്പോ എന്നുള്ള വേർഡ്സ് ഇങ്ങനെ വരും. എനിക്ക് പറയാനുള്ളത്, റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ സാക്രിഫൈസ് ചെയ്യുന്നതിലുപരി നിങ്ങൾ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടി ഒരു കാര്യം ത്യജിക്കുന്നതിനേക്കാൾ എത്രയോ ഫാർ ബെറ്ററാണ് നമ്മൾ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ തിങ്. അത് ഒന്നാമത് എല്ലാവരെ കൊണ്ട് പോസിബിൾ ആയ ഒരു കാര്യമല്ല. ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഒരു ദിവസം കണ്ടുമുട്ടി അപ്പോൾ തന്നെ പരസ്പരം മനസ്സിലാക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അതിങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ വന്ന് ആകുന്ന ഒരു കാര്യമാണ്. സോ നമ്മുടെ പാർട്ട്ണർ എന്താണ്, നമ്മുടെ പാർട്ട്ണർ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് ഇഷ്ടമല്ലാത്ത എന്തൊക്കെയാണ്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഷെയർ ചെയ്ത് അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം, പരസ്പര ധാരണ നമുക്ക് വേണം. അതല്ലാതെ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ എൻ്റെ പാർട്ട്ണർ പറഞ്ഞുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. ഇത് ഞാൻ പറഞ്ഞു, ചില ആളുകളുടെ കേസിൽ ഇതിലേക്ക് പോസിറ്റീവായിട്ട് എപ്പോഴാണ് വർക്ക് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലാക്കി ഇതൊന്നും പുറത്ത് പറയണ്ട, ഓക്കെ കുഴപ്പമില്ല, പാർട്ട്ണർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പോലും ഒഴിവാക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഇത് കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യില്ല, കാരണം അവരിത് എടുത്ത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരിതൊരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡിഷ് നടക്കുമ്പോൾ ചിലപ്പോൾ ഇതൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ചില ആളുകളുടെ കേസിൽ ഇതാണ് മെയിൻ വെപ്പണായിട്ട് വരിക. മേ ബി ലൈക്ക് അവരുടെ എന്തെങ്കിലും ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ചിലപ്പോൾ പാർട്ട്ണർക്ക് ഇഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ ഒഴിവാക്കിയ ആളുകളുണ്ടാകാം. ആളുകൾ എടുത്തു പറയുന്ന ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ശരിയാണെന്നല്ലെങ്കിൽ തെറ്റാണെന്നപ്പോൾ എനിക്കും പറയാൻ പറ്റില്ല. കാരണം അത് ഓരോരുത്തരുടെ റിലേഷൻഷിപ്പ് അനുസരിച്ചുണ്ടാവും, ശരികൾ ഏതാണ് തെറ്റേതാണെന്ന്. ലൈക്ക് നമ്മൾ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പം ഇത് മാത്രമാണ് ശരിയെന്ന് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ലൈക്ക് സിറ്റുവേഷനും ഓരോരുത്തരുടെ ലിവിങ് ലൈഫ് സ്റ്റൈലൊക്കെ മാറുന്നതിനനുസരിച്ച് അവരുടെ ശരികൾ വേറെ തന്നെ ആയി പോകും. ഇപ്പം നമ്മൾ എന്താണോ ശരിയെന്ന് പറയുന്നത് അതാവില്ല ചിലപ്പോൾ അവരുടെ ലൈഫിൽ ശരികൾ. പക്ഷെ ഈ ഒരു കാര്യമുണ്ട്, അതായത് എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും സാക്രിഫൈസിങ്ങിൽ സ്നേഹം കൊണ്ട് ആയി പോകുന്നതാവില്ല. അത് ലൈക്ക് അതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ട എന്ന് വെച്ചിട്ട് ഒഴിവാക്കി വിടുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളാണ് ഇത് പിന്നീട് ഭയങ്കര പ്രശ്നത്തിലേക്ക് എത്തിപ്പെടുക. എന്താ പറയുക, ഇതൊരു വെപ്പണായി മാറും. തമ്മിൽ എന്താ പറയുക, ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇത് വെച്ചിട്ടാവും പിന്നെ മെയിൻ ടോപ്പിക്സ് ക്രിയേറ്റ് ആവുക, ചർച്ചകൾ വരും, പ്രശ്നങ്ങൾ വരും. എന്താ പറയുക, നിങ്ങൾ എൻ്റെ ചാൻസ് മിസ്സാക്കി, അല്ലെങ്കിൽ നീ എൻ്റെ ചാൻസ് മിസ്സാക്കി, അങ്ങനാക്കി ഇങ്ങനാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഫുൾ കലപില ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ലൈക്ക് ഇതെല്ലാവരുടെ കേസിലല്ല കേട്ടോ. ചില ആളുകളുടെ കേസിൽ വളരെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ല പോസിറ്റീവായിട്ടും റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്, ചില ആളുകളുടെ കേസിൽ നെഗറ്റീവായിട്ടും റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ നെഗറ്റീവായിട്ട് വരുന്ന ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കം മുതലുള്ള എല്ലാ കാര്യവും വരും. ഏത് കാലം മുതൽ എന്തെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടോ അതിൽ ഓരോന്നും വേർഡ് ബൈ വേർഡ് ഇങ്ങനെ പുറത്ത് വരാൻ തുടങ്ങും. ഇത് ലൈക്ക് മെയിൽ ടു ഫീമെയിൽ ആണെങ്കിലും ഫീമെയിൽ ടു മെയിൽ ആണെങ്കിലും ലൈക്ക് എല്ലാം
എന്താ പറയുക ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നതും ലൈക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ റിലേഷൻ അനുസരിച്ചിരിക്കും. പക്ഷെ അതിനേക്കാൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് ഓരോ റിലേഷൻഷിപ്പിലും കൂടുതൽ വാല്യൂ വേണ്ടത്. കാരണം നമ്മുടെ പാർട്ട്ണർ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ എന്താണെന്ന് നമ്മളെ പാർട്ട്ണർ മനസ്സിലാക്കണം. തമ്മിൽ മനസ്സിലാക്കിയിട്ട് ഒരുമിച്ച് കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ജീവിക്കുന്ന ഒരു നല്ല റിലേഷൻഷിപ്പാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാൻ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് 2 ട്രാക്കിൽ ഓടിയ ജീവിതം 2 പേരും കൂടി ഒരേ ട്രാക്കിൽ ഓടുകയെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ 2 പേര് ലൈക്ക് അത്രയും കാലം എന്താ പറയുക 10-25 വർഷത്തോളം അല്ലെങ്കിൽ 10-28 വർഷത്തോളം ഇങ്ങനെ 2 ട്രാക്കിലൂടെ ഓടിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം മുതൽ അവരോട് ഒരു ട്രാക്കിൽ ഓടാൻ പറഞ്ഞാൽ അത് പോസിബിൾ ആവുന്ന, മേ ബി അത് ഗ്രാജുവലി പോസിബിൾ ആകാമായിരിക്കും. പക്ഷേ ഈ 2 ട്രാക്ക് എന്താണെന്ന് ഈ 2 പേരും മനസ്സിലാക്കിയാൽ കുറേയൊക്കെ തീരും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ലൈക്ക് ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ ചാൻസ് കുറവാണ്. അതായത് നമ്മുടെ പാർട്ട്ണർ എന്താണ്, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു ധാരണ ഉണ്ടായാൽ മതി. സോ അത്രേ ഉള്ളൂ. നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക, നിങ്ങളെ പാർട്ട്ണറെ കുറിച്ച് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്. സോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക. അല്ലാതെ ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പാർട്ട്ണർ ഓരോ കാര്യം ഒഴിവാക്കി അത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ റിഗ്രറ്റ് ആവും. എന്തിനായിരുന്നു ലൈക്ക് അയാൾ എനിക്ക് വേണ്ടിയല്ല അത് വേണ്ടെന്ന് വെച്ചത്, മേ ബി അത് അയാളന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ലൈഫ് കംപ്ലീറ്റ് മാറിയാണ്. അപ്പം ഈ ഒരു തോട്ടൊക്കെ വരുന്നതിന് പകരം ഒന്ന് തമ്മിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ മേ ബി ലൈഫ് കുറച്ചുകൂടെ അടിപൊളിയായാലോ. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മോശമാണെന്നോ എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത്. ആൻഡ് ഇഫ് യു ഗൈസ് ആർ ഇൻ എ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ എന്താണ് ലൈക്ക് കറക്റ്റ്ലി എന്താണ് ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്. സോ ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പിൽ ആണോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കണ്ടേ. അല്ലാതെ ഒരു എന്താ പറയുക, കുറേ കാര്യം എനിക്ക് വേണ്ടി അയാൾ ഒഴിവാക്കുന്നു, അയാൾക്ക് വേണ്ടി ഞാൻ ഒഴിവാക്കുന്നു, അങ്ങനെ നിങ്ങൾ എത്ര കാലം പോയി ലാസ്റ്റ് ഒഴിവാക്കി നിങ്ങൾ രണ്ടാൾ തമ്മിൽ ഇനി ഒഴിവാക്കുന്ന ഒരു സ്റ്റേജിലെത്തിയാലോ. സോ അതിലും നല്ലത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ.